ഇന്ന് ഒക്ടോബർ 30 ആലുവ ചൂണ്ടിയിലുള്ള 8 ഏക്കർ പള്ളിയിൽ നല്ല പെരുന്നാളായിരുന്നു. ആ പെരുന്നാളെന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പെരുന്നാളാണ്. അതുമാത്രമല്ല നമ്മുടെ പള്ളിയും വളരെ ഫേമസ് ആണ്. ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പള്ളിയിലെല്ലാം ഒരു ഉച്ച കഴിഞ്ഞ ടൈമിലാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. എന്നാലും രാവിലത്തെ കുർബാന കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു. ഇതിലും ആളുകളുടെ തിരക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിലൊക്കെ ഞങ്ങൾ കയറി. പള്ളിയുടെ പൂമുഖവാതിൽ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അലങ്കരിച്ചിട്ടുണ്ട്. അവിടുത്തെ ആർട്ട് ചിത്രം വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ പൂക്കളെല്ലാം വെച്ച് അവിടെ പുണ്യാളൻ്റെ ആ ഒരു രൂപം ഒക്കെ അലങ്കരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. നമ്മുടെ പള്ളിയുടെ ഉള്ളിലെല്ലാം പൂക്കൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. എല്ലാം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മാതാവിൻ്റെ രൂപത്തിലും പൂക്കൾ വെച്ച് അനേകം ആയിരങ്ങൾ വന്ന് അവിടെ പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടി പോകുന്നുണ്ട്. പള്ളിയിൽ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. പിന്നെ പള്ളിയിലെ അതും ഇത്ര മനോഹരമാണ്. കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. വളരെ ശാന്തതയാണ്. അതിൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ ഒരു ശാന്തത ശരിക്കും അറിയാനുണ്ട്. അവിടെ ചെന്ന് ഞങ്ങളുടെ പള്ളിയിൽ നേർച്ചയുണ്ടായിരുന്നു. സദ്യയായിരുന്നു. വെജിറ്റബിൾ സദ്യ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പായസവും ഉണ്ടായിരുന്നു. അവിടെ വലിയൊരു ഫാൻ മുകളിലിരുന്ന് കറങ്ങുന്നുണ്ട്. കാരണം ഈ ചൂടിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അത് വാർപ്പിൽ നമ്മുടെ പായസം വലിയൊരു വാർപ്പിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് തന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴെ പെട്ടിക്കടയിലേക്ക് പോയി. പെട്ടിക്കടയിൽ ആസ് യൂഷ്വൽ എങ്ങനെയാണോ ഒരു പെരുന്നാളിനുള്ളത് അതുപോലെ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കണ്ടത് പാമ്പ്. പ്ലാസ്റ്റിക്കിൻ്റെ പാമ്പാണ്. പാമ്പ് കണ്ട് കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ് പിള്ളേരെല്ലാം വളരെ ഹാപ്പി ആയിരുന്നു. പാമ്പിനെ കണ്ട് ഞാൻ പിള്ളേരെ കൊണ്ട് പേടിപ്പിച്ചു. പക്ഷേ പേടിക്കുന്ന പോലെ കാണിച്ചതാണോ അത് പേടിച്ചതാണോ എന്ന് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് ഇങ്ങനെ പെട്ടിക്കടയെല്ലാം നിരങ്ങി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ പോയിട്ടാണ് ഭിത്തിയിൽ നമ്മുടെ ഈ വീടിൻ്റെ വാൾസൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ബട്ടർഫ്ലൈ ഉണ്ട്. അത് 40 രൂപയാണ് ഒരെണ്ണത്തിന്. അപ്പോൾ അതിങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കളിപ്പാട്ടങ്ങൾ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായതും നമുക്ക് ആവശ്യമായതും പേഴ്സണൽ ബിലോങ്ങിങ്സ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. കപ്പൊക്കെ നല്ല മനോഹരമായിട്ട് അടുക്കി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബലൂൺസ്, ഹൈഡ്രജൻ ബലൂൺസ് എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. റോഡൊക്കെ ഒന്ന് ക്രോസ് ചെയ്ത് ഒരു സൈഡിലുള്ള കാഴ്ചകളെല്ലാം കണ്ടു. ഇനി അടുത്ത സൈഡിലേക്ക് ക്രോസ് ചെയ്ത് കടന്നു. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഈ ഒരു സാധനം. തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ചെവി ഇങ്ങനെ ആടുന്ന പാവാം. കൂട്ടത്തിൽ ഇങ്ങനെ നടന്നു. ബജിക്കടകളെല്ലാം നടന്നു. അങ്ങനെ ഓരോന്ന് നോക്കി പോകുമ്പോഴാണ് ബൈനോക്കുലറിൻ്റെ സെക്ഷനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ബൈനോക്കുലർ കണ്ടപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം വളരെ കൗതുകമാണ്. കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ. അതുപോലെ തന്നെ പാവകൾ. ഓർണമെൻറ്റ്സിനോടൊന്നും ആരും വലിയ താല്പര്യം കാണിച്ചില്ല. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചാടി വീണേ. ബൈനോക്കുലർ വെച്ച് എടുത്ത് നോക്കുന്നതുകൊണ്ട് ഇപ്പോൾ എന്തോ വലിയ കാര്യം കണ്ടുപിടിച്ച മട്ടാണ്. അപ്പുറം ഇന്ന് അടുത്തയാൾ ബൈനോക്കുലർ വെച്ച് നോക്കുന്നുണ്ട്. അടുത്തയാൾക്ക് മൊബൈൽ പാവ. അത് കണ്ടുവരുന്നത് ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. ഒരു ക്രേസ്, പിള്ളേർക്കൊക്കെ ഒരു ക്രേസാണ്. പാത്രങ്ങളുടെ സെഷൻ വന്നുകൊണ്ടിരിക്കുന്നു. പാത്രങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മളിങ്ങനെ നോക്കുകയാണ്. ഇത് പുതിയ ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഈ ഐറ്റം. അതിൻ്റെ കൗതുകം കണ്ട് അവരെല്ലാവരും മാറി മാറി ചെയ്ത് നോക്കുന്നുണ്ട്. അതിങ്ങനെ കറങ്ങി കഴിയുമ്പോൾ ഒരു പാമ്പിൻ്റെ ഒരു ആകൃതി പോലെയാവും. പിന്നെ അതിങ്ങനെ ഈശ്വര പോലെ നല്ല ഭംഗിയുണ്ട്. തിരിച്ചും മറിച്ചും കൂടെ ഉണ്ടാകുന്ന കുട്ടികൾ അലനും ജയലക്ഷ്മിയൊക്കെ നോക്കുന്നുണ്ട്. അഞ്ജന അപ്പുറം ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങളുടെ